കാസർഗോഡ് ഡിവൈഎഫ്ഐക്കകത്ത് ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നങ്ങളാണ് ഇപ്പം ഉയരുന്ന പ്രശ്നം എന്ന് പറയുന്നത്. 6 വർഷം മുമ്പ് ഔഫ് അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മരിച്ചു, അവരുടെ പാർട്ടിയിലുള്ള. അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കുകയും അദ്ദേഹത്തിനെതിരെ ഒരു മണ്ഡപം പണിയണം എന്നായിരുന്നു. പക്ഷെ അതിനുവേണ്ടി പാവങ്ങളുടെ നിന്നെല്ലാം പണമൊക്കെ പിരിച്ചു. പക്ഷെ പിന്നീട് മന്ദിരവും ഇല്ല, ഒന്നുമില്ല. ഈ 6 വർഷം കഴിഞ്ഞിട്ടും അത് എവിടെ പോയെന്ന് പാർട്ടിക്കുള്ളിലെ ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ജനങ്ങളെ പിരിച്ചിട്ട് അവരുടെ പണം പോയി. ഇപ്പൊ 6 വർഷം കഴിഞ്ഞപ്പോഴാണ് നേതാക്കൾക്ക് ബോധം വന്നത് ഇത് എവിടെ പോയെന്ന് ചോദിക്കണം എന്നുള്ളതെന്ന്. ഇപ്പോൾ CPM-ന്റെ ഏറ്റവും വലിയ പ്രശ്നമായി കഴിഞ്ഞ കുറെ നാളുകളിൽ ഉദിച്ചിട്ടുള്ള ഒന്നാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ട് UDF-നോട് ചേർന്ന് ഇവിടെ നിന്ന് മത്സരിച്ച് MLA ആകാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ സിറ്റിംഗ് MLA-യുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളായിരുന്നു. അവിടുത്തെ സിറ്റിംഗ് MLA ആയിരുന്ന മധുസൂദനനാണ് പാർട്ടിയിലെ ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ നടത്തിയതെന്ന് ഈ കുഞ്ഞികൃഷ്ണൻ ഒരുപാട് തവണ ആരോപിച്ചിട്ടുള്ള കാര്യമാണ്. അന്ന് പാർട്ടി അദ്ദേഹത്തെ ഒരുപാട് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ബുദ്ധിസ്ഥിരതയില്ലാത്ത വ്യക്തിയായിട്ടും അദ്ദേഹം വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളായിട്ടും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ടും ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിയുടെ പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടി ഒരു രക്തസാക്ഷിയുടെ കുടുംബത്തിന് എന്തിനായിരിക്കും പണം കൊടുക്കുക? അവരുടെ കുടുംബം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ആ മരിച്ചുപോയ വ്യക്തിയുടെ പേര് നല്ല നിലയിൽ കേരളം അറിയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു രക്തസാക്ഷി ഫണ്ടിലേക്ക് ആൾക്കാർ സംഭാവന ചെയ്യുക. അപ്പോൾ പാർട്ടിയുടെ ബാനറിൽ ഇത്തരത്തിൽ സംഭാവന പിരിക്കുന്നു. ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ആ ഫണ്ടിലേക്ക് വരുമായിരിക്കാം. പക്ഷെ അത് ഈ പറഞ്ഞ വ്യക്തിയുടെ ഒരു സ്തൂപം കെട്ടാനോ അല്ലെങ്കിൽ മണ്ഡപം കെട്ടാനോ അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കാനോ പോലും ഉപകരിക്കാതെ അത് പാർട്ടിയിലുള്ള പ്രവർത്തകർ തന്നെ മാറ്റി വിനിയോഗിക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ പയ്യന്നൂരിൽ സംഭവിച്ചതിൽ നിന്ന് പോലും പാർട്ടി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ പയ്യന്നൂരിൽ ഇത്തരത്തിൽ സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഇതൊരു ചോദ്യമായി ഉന്നയിക്കപ്പെടുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഡിവൈഎഫ്ഐയിൽ വലിയ പ്രശ്നങ്ങൾ, ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബേസിക് റീസണും ആദ്യം പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്, പാർട്ടിക്ക് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് വലിയ തോൽവി സംഭവിച്ചു എന്ന് ആത്മശോധന നടത്തി തുടങ്ങിയിട്ടുണ്ടാകാം. അപ്പോൾ അതിന്റെ റിപ്പയർ വർക്ക് എന്നുള്ള, മെയിൻ്റനൻസ് വർക്ക് എന്നുള്ള നിലയിലായിരിക്കും ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ 6 വർഷം മുൻപ് കാഞ്ഞങ്ങാട് മരിച്ച ഔഫ് അബ്ദുൾ റഹ്മാന്റെ മണ്ഡപം ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് പുറത്തറിയുന്നത്. അപ്പോൾ പണം കൊടുത്തവർ വിട്ടികളായോ, അല്ലെങ്കിൽ ഈ കുടുംബം രക്തസാക്ഷി എന്ന ലേബലിൽ നിങ്ങൾ ഒരു രക്തസാക്ഷിയാക്കിയ ആ കുടുംബം അനാഥമായോ എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായിട്ടും ഉന്നയിക്കേണ്ടി വരുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിന്റെ പല അങ്ങോളം ഇങ്ങോളമുള്ള CPയോട് ചേർന്ന് നിൽക്കുന്ന രക്തസാക്ഷി കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ ഒരിക്കലും പാർട്ടി ഇത് അംഗീകരിക്കില്ല. പാർട്ടി പറയുന്നത് രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു എന്നൊക്കെയാണ്. ഇതിനൊക്കെ എന്താണ് മാറ്റം വരിക? ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മുഗ്രാലിലെ ഒരു രക്തസാക്ഷിയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 കുടുംബങ്ങൾക്ക് ഇങ്ങനെയാണ് അവസ്ഥ എങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ടി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു പ്രവർത്തകനും ചോദ്യം ഉന്നയിക്കും. അത് തന്നെയാണ് ഇപ്പോൾ കാസർഗോഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് വർഗീയ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്നാണ് അവർ തന്നെ പറയുന്നത്. എന്നിട്ട് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ആൾക്കാർ കൊല്ലാനും ചാവാനും എല്ലാം നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം മരിച്ചു കഴിഞ്ഞു, അവർക്ക് വേണ്ടി അപ്പം അവരുടനെ രക്തസാക്ഷിയാകുന്നു, അവർക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. പക്ഷെ പിന്നീടൊന്നും നടക്കുന്നില്ല. അവരുടെ കുടുംബത്തിനാണ് അവിടെ പോകുന്നത്. ഇപ്പൊ പറയുന്നു 6 വർഷം മുമ്പാണ് ഇദ്ദേഹം മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് ഫണ്ട് നടന്നുന്നില്ല. എന്നിട്ട് പോലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ നടക്കുന്നുണ്ട്. അതായത് കൊല്ലാനും, ഇപ്പൊ പറഞ്ഞ പോലെ കൊല്ലാനും ചാവാനും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഈ പാർട്ടിയിലുള്ളവർ ചിന്തിക്കുന്നില്ല, തങ്ങൾ പോകുമ്പം പാർട്ടിക്കല്ല പോകുന്നത്, കുടുംബത്തിനാണ് പോകുന്നതെന്നൊന്നും ഇത്രയും കണ്ടിട്ട് പോലും ഈ പാർട്ടിക്കുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചിന്തിക്കേണ്ട കാര്യം. അതെ, ഇപ്പോ ഈ പറഞ്ഞ ആത്മശോധന നേരത്തെ നടക്കേണ്ടതായിരുന്നു. നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത് പയ്യന്നൂരിലെ സംഭവം തന്നെയാണ്. പയ്യന്നൂരിൽ അവർ ആരോപിച്ചിരുന്നത് ഈ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനൊപ്പം നിന്ന കുറെ CPM പ്രവർത്തകരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും ഇത്തരത്തിൽ ഫണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തികളുണ്ട്. എന്റെ ഒരു വിലയിരുത്തലിൽ ഏത് മണ്ഡലത്തിലാണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും ഇത്തരത്തിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്യക്തി കേന്ദ്രീകൃതമായിരിക്കില്ല.
സ്വാഭാവികമായിട്ടും ആ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ടാകാം, എല്ലാവർക്കും ഇതിൽ നിന്ന് പങ്ക് പറ്റിയിട്ടുണ്ടാകാം. അത്തരത്തിൽ എല്ലാവർക്കും കൈയുള്ള കാര്യം തന്നെയാണിത്. അപ്പോ പാർട്ടി ഒന്നടങ്കമാണ് ഇത് ചിന്തിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് രക്തസാക്ഷികളെയാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായി അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഉണ്ടായ രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാൻ ഒരു ബാധ്യസ്ഥത ഉണ്ടാകണം. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഭിഭാഷകരെ ഒരുക്കുകയും കേസ് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ രക്തസാക്ഷികളായ വ്യക്തികളെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഈ പറഞ്ഞ പോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഒരു തവണ കൂടി LDF അധികാരത്തിൽ വന്നാൽ CPM എന്ന പാർട്ടി നശിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. അത് ആ പറഞ്ഞ കാര്യം ശരിക്കും സത്യമാണെന്ന് ഇപ്പോഴും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രതിപക്ഷത്ത് വന്നിട്ട് പോലും CPM എന്ന പാർട്ടി അധപതനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പാർട്ടി നശിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറിയൊരു ശതമാനം വ്യക്തികളാണ് ഇപ്പോഴും ഈ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ ഫണ്ട് തട്ടിപ്പ് പറഞ്ഞായിരുന്നു കുഞ്ഞികൃഷ്ണൻ. അന്ന് അദ്ദേഹത്തിനെതിരെ ഒരുപാട് പേര് പാർട്ടിക്കുള്ളിൽ തന്നെ വന്നു, അദ്ദേഹത്തിന് വട്ടാണ്, അദ്ദേഹത്തിനെതിരെ സംസാരിക്കാനായിരുന്നു വന്നത്, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു. ഇപ്പം തെരഞ്ഞെടുപ്പ് തോൽവി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ധൈര്യം വന്നു, അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ധൈര്യം വന്നു ഇവർക്ക് ഇതിനെതിരെ വിമർശിക്കാനും ഇതിനെതിരെ ശബ്ദമുയർത്താനും ഒക്കെ. നമുക്കറിയാം ഇപ്പം ഒരുപാട് പേര് പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ ഒരുപാട് സംസാരിച്ചിങ്ങനെ വരികയാണ്. താഴെ നിന്ന് മുകളിൽ വരെ ഈ പാർട്ടിക്കുള്ളിലൊരു വേർതിരിവുണ്ട്. അപ്പം ഇത്രയും വർഷമെടുത്ത് ഈ 6 വർഷത്തിനിടയ്ക്ക് ഇവർ സംസാരിക്കാത്ത കാര്യമാണ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് തോൽവി വന്നതിന് ശേഷം ഇപ്പൊ ഈ പറയേണ്ടി വന്നത്. അതായത് ഫണ്ട് തട്ടിപ്പ് നടന്നു, ഇവിടെ മാത്രമല്ല പല കുടുംബങ്ങൾക്കും ഈ ഫണ്ട് തട്ടിപ്പിന്റെ പേരിൽ കാശ് പിരിച്ചിട്ട് പണം കൊടുത്തില്ല എന്ന്. അപ്പം താഴേക്കുള്ളവർക്ക് പോലും വാ മൂടി കെട്ടിയിരുന്നതാണ്. ഇപ്പോഴാണ് അവർക്കൊരു പുറത്തു പറയാനുള്ള അല്ലെങ്കിൽ ശബ്ദമുയർത്താനുള്ള ഒരു അധികാരം വന്നതെന്നാണ് ഇതിലൂടെ കാണുന്നത്. അതെ, ഇപ്പോ ഈ വാ മൂടി കെട്ടിയിരുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. പലരും ഭയന്നിട്ടാകില്ലേ. ഇപ്പോ കുഞ്ഞികൃഷ്ണൻ ഈ പറഞ്ഞ വെളിപ്പെടുത്തലുകൾ നടത്തിയതിനു ശേഷം അദ്ദേഹവുമായി നമ്മൾ ഓഫീസിൽ നിന്ന് ചാനലിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മുറ്റത്ത് എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, ഞാനൊന്ന് നോക്കിയിട്ട് വരാന്ന്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ പടക്കം പൊട്ടിക്കുന്നതും ബഹളം ഉണ്ടാക്കുന്നതും ചെയ്യുന്ന CPM പ്രവർത്തകരുടെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ ഒന്ന് പുറത്തു പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മോശം സംഭവങ്ങളായിരിക്കും, അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാം, ജീവന് പോലും ആപത്തുണ്ടാകാം. ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരടക്കം എല്ലാവരും ഭയന്നിരുന്നത് അദ്ദേഹത്തെ ഇനി അവർ എന്തായിരിക്കും ചെയ്യാൻ പോകുക, അദ്ദേഹത്തിന്റെ ജീവൻ ആപത്തുണ്ടാകുമോ എന്നുള്ള ഒരു ഭയം ആ സമയത്തുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പുറത്തു നിന്ന് കാണുന്ന നമ്മൾക്കത് തോന്നുന്നുണ്ടെങ്കിൽ CPM-നുള്ളിൽ ഇതിനു മുൻപ് നടന്ന സംഭവങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തികൾക്ക് എത്രത്തോളം ഭയം ഉണ്ടാകാം. അന്ന് ആ വീട്ടിലാണ് പ്രശ്നം ഉണ്ടാക്കിയതെങ്കിൽ നാളെ എന്റെ വീട്ടിലാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നതെന്ന് സ്വാഭാവികമായിട്ടും അവർക്കൊരു സംശയവും ഭയവും ഉണ്ടാകാം. അതിന്റെ പുറത്താണ് പലരും മിണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ പയ്യന്നൂരിലുണ്ടായ രക്തസാക്ഷിയുടെ കുടുംബം പോലും MV ഗോവിന്ദനൊപ്പം ചേർന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിയത് കൊണ്ടാവണമെന്നില്ല, ഈ ഭയത്തിന്റെ പുറത്തായിരിക്കാം. അപ്പോ ഈ ഭയം മാറി ചിന്തിക്കേണ്ടി വരുന്നത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഭരണമില്ല, പോലീസ് ഒരിക്കലും അവർക്കൊപ്പം നിൽക്കില്ല, ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് ചെന്നാൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് നീതി ലഭിക്കും എന്നുള്ള ഈ പറഞ്ഞ പ്രവർത്തകരുടെ വിശ്വാസം കൊണ്ട് തന്നെയായിരിക്കാം ഇത് പുറത്തു പറയാനും ഇതിനെതിരെ സംസാരിക്കാനും അവർക്ക് പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇനിയും ഇത്തരത്തിൽ ഭയന്ന് ജീവിക്കുന്നവരും ഉണ്ടാകാം, ഭയത്തിന് പുറത്ത് നിൽക്കുന്നവരും ഉണ്ടാകും. ഇപ്പോൾ കുഞ്ഞികൃഷ്ണന് ഇതിനെ എതിർത്ത് നിൽക്കാൻ, ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ളൊരു ശക്തിയും പ്രചോദനവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിൽ കൂടെ നിൽക്കാൻ ആളില്ലെങ്കിലോ അല്ലെങ്കിൽ ഈ മാധ്യമ ശ്രദ്ധ കിട്ടിയില്ലെങ്കിലോ അവരുടെ ജീവൻ ആപത്ത് തന്നെയാണ്. അവർക്ക് ഇതിന് പുറത്തേക്ക്, വലിയ സിസ്റ്റത്തിന് പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് ഇടതുപക്ഷത്തെ പറ്റി പറയുന്നത് കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നാണ്. ഈ കേഡർ സംവിധാനം തന്നെയാണ് ചിലപ്പോൾ ഇവരുടെ ജീവന് തന്നെ ആപത്താവാൻ പോകുന്നത്.